ഈ മനുഷ്യൻ വിചാരിക്കുന്നത് ഞാൻ എന്തോ കളിക്കൂട്ടുമായി നിൽക്കുകയാണെന്നാണ്. മണ്ടൻ. എൻ്റെ മുന്നിൽ ഇരിക്കുന്നത് വെറുമൊരു പേപ്പർ ചുരുളല്ല, അത് അന്യഗ്രഹ ജീവി ഭൂമി നശിപ്പിക്കാൻ വിട്ട ഏതോ രഹസ്യ ഡിവൈസാണ്. ഞാൻ ഇതിനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. ഇതിൻ്റെ വലിപ്പം ആകൃതി വെച്ച് നോക്കുമ്പോൾ ഇതൊരു ടൈം ബോംബാക്കാനാണ് സാധ്യത. ഒരു മിനിറ്റ്, ഞാൻ പേപ്പറിനെ മാത്രം നോക്കിയാൽ പോരാ. അതിൻ്റെ തൊട്ടടുത്ത് വാല് ചുരുട്ടി കിടക്കുന്ന ആ വെളുത്ത നീളമുള്ള ജീവിയെ കണ്ടോ? അതൊരു മാരകമായ വിഷമുള്ള വെള്ളപ്പാമ്പാണ്. അത് ഉറങ്ങുകയാണോ അതോ എന്നെ ആക്രമിക്കാൻ തക്കം പാത്തിരിക്കുകയാണോ എന്ന് മനസ്സിലാകുന്നില്ല. ഒരേ സമയം 2 ശത്രുക്കളുടെ നടുവിലാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ വലത് കൈ ഞാൻ പതുക്കെ ഉയർത്താം. ഒരൊറ്റ സെക്കൻഡ് പിഴച്ചാൽ എല്ലാം തീരും. ദേ, അവൻ വീണ്ടും ഫോണും തൂക്കിപ്പിടിച്ച് വന്നിരിക്കുന്നു. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്ന് കൊഞ്ചുന്നു. കുഞ്ഞപ്പൻകുട്ടാ, അത് തട്ടിക്കളിക്കടാ എന്ന്. എടോ മനുഷ്യപ്പറ്റില്ലാത്തവനെ, ഞാൻ നിൻ്റെയും കൂടി ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ കഠിന പ്രയത്നം നടത്തുന്നത്. ആ പാമ്പമ്മങ്ങാനും ഉണർന്നാൽ ആദ്യം കടിയുക നിൻ്റെ ഫോണിൽ പിടിച്ചിരിക്കുന്ന കൈ ആയിരിക്കും. അമ്മച്ചിയെ, അത് അനങ്ങി. പാമ്പുണർന്നോ? ബോംബ് പൊട്ടിയോ? ഇല്ല, തൽക്കാലം അപകടമില്ല. പക്ഷേ സുരക്ഷയ്ക്ക് വേണ്ടി ഞാൻ പുറകിലെ ആ പുള്ളിപ്പുള്ളിയ ഡിസൈനുള്ള കമ്പിളിപ്പുതപ്പിൻ്റെ ഉള്ളിലേക്ക് മാറുകയാണ്. ഈ കാട്ടു ഡിസൈനിൽ ഒളിച്ചാൽ ശത്രുക്കൾ എന്നെ കണ്ടെത്താൻ കഴിയില്ല. ഞാൻ പേടിച്ച് ഓടുകയാണെന്ന് വിനിച്ചേട്ടൻ വിചാരിച്ചോട്ടെ. ഹിസ്റ്ററി ഇതിനെ തന്ത്രപരമായി പിൻവാങ്ങൽ എന്ന് വിളിക്കും. തറയിൽ ഒരു ചെറിയ പേപ്പർ കഷ്ണം കാണുമ്പോൾ നമ്മുടെ വീട്ടിൽ പൂച്ചകൾ ഇത്രയും വലിയ ക്രൈം ത്രില്ലർ സിനിമയാണ് മനസ്സിൽ കാണുന്നത്. ഈ പൂച്ച സാറിൻ്റെ ചിത്രങ്ങൾ ഇഷ്ടപ്പെട്ടോ എങ്കിൽ എന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.